CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് ഇയാൾ കവർന്നത്. ഇതിൽ 10 പവനോളം പോലീസ് കണ്ടെടുത്തു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബസും കൂട്ടിയിടിച്ച് അപകടം. 4.5 വയസ്സുകാരി ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. പാലയൂരിൽ റോഡിന് സമീപത്തു നിന്നിരുന്ന മരത്തിൽ അജ്ഞാത വാഹനം ഇടിച്ചു. മരം നിലം പൊത്തി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. വഖഫ് നിയമം മൂലം കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എരനെല്ലൂർ ഇടവകയിൽ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 7 മാസത്തോളമായി പ്രവർത്തനരഹിതമായ കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ റീത്ത് വെച്ച് BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. 6 മാസമായി പൂട്ടിക്കിടക്കുന്ന കുന്നംകുളം നഗരസഭയിലെ വാതക ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തി തുറന്നുകൊടുക്കുവാൻ അലംഭാവം കാണിക്കുന്ന നഗരസഭാ ഭരണാധികാരികളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് INTUC കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ദേശീയ വീരവിമുക്ത ദിനാചരണത്തിന്റെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ ടൂറിസം ഹബായി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് CPIM ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. ഗുരുവായൂർ MLA NK അക്ബർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ വായനശാലകളുടെ പരസ്പര സഹകരണവും പ്രവർത്തനവും ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി വായനക്കൂട്ടം ചാലിശ്ശേരി എന്ന പേരിലുള്ള സംഘടനയ്ക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ രൂപം നൽകി. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം സഹയാത്ര ഭരണസമിതി അംഗം KN ദിജി നിർവഹിച്ചു. ലോക വീരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദേശീയ വീരവിമുക്ത ദിവസങ്ങളിൽ സർക്കാർ നിർദ്ദേശമനുസരിച്ചുള്ള ഗുളിക വിതരണത്തിന്റെ കണ്ടാണശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. സമീപ പ്രദേശങ്ങളിലെ അങ്കണവാടികളിലെയും നഴ്സറികളെയും കുട്ടികളെ ഉൾപ്പെടുത്തി മറ്റും സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ കിഡ്സ് കാർണിവൽ സംഘടിപ്പിച്ചു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും കടങ്ങോട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിയായ ഗോവർദ്ധനിയുടെ ഭാഗമായി കാലിത്തീറ്റ വിതരണം നടത്തി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹിക ശാസ്ത്രം, ഗണിതം, കൊമേഴ്സ് വിഷയങ്ങളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 47ാമത് വാർഷികം ആഘോഷിച്ചു. ഗുരുധർമ്മ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുധർമ്മ കപ്പ് 2024 ഇൻഡോർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം ഉപജില്ലാ മത്സരങ്ങളിൽ അറബിക് കലോത്സവത്തിൽ ഓവറോൾ ഫസ്റ്റും ജനറൽ സംസ്കൃതം കലോത്സവത്തിൽ മികച്ച വിജയവും കൈവരിച്ച മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. മുണ്ടത്തിക്കോട് ദേവിവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ 1ാം ക്ലാസ് കുട്ടികളുടെ രുചി ഉത്സവം ശ്രദ്ധേയമായി. മരത്തങ്കോട് സ്കൂൾ NSS യൂണിറ്റും തൃശൂർ IMIയും ചേർന്ന് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കേക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനം ആചരിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനാചരണവും പ്രതിജ്ഞാ സദസ്സും സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.